മുദ്രാവാക്യമാണ് അവരുടെയൊക്കെ ഒരു അടിസ്ഥാനമെങ്കിൽ പരിശുദ്ധമായ ഹജ്ജിന്റെ ഒരു മുദ്രാവാക്യമാണ് തൽബിയത്ത് എന്ന് പറയുന്നത്. തൽബിയത്ത് അതിനർത്ഥം ലബ്ബ യുലബ്ബി, നമ്മൾ ആ വിളിക്ക് ഉത്തരം നൽകി എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ലബ്ബൈക്ക്. ഒരാൾ നമ്മളെ ക്ഷണിക്കുന്നു, സ്വാഭാവികമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആരെങ്കിലും വിളിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് മറുപടി നൽകുന്നത് ലബ്ബൈക്ക്, ഞാനിതാ എത്തി, സ്വീകരിച്ചിരിക്കുന്നു. സഅദൈക് ലബ്ബൈക് വസഅദൈക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരെങ്കിലും വിളിച്ചാൽ ലബ്ബൈക് വസഅദൈക്, ഞാനിത് അംഗീകരിച്ചിരിക്കുന്നു, ആ ഉത്തരം, ആ വിളിക്ക് ഉത്തരം നൽകിയിരിക്കുന്നു, സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ള നല്ല വാക്കാണ് അവിടെ ഉച്ചരിക്കുന്നത്. അപ്പൊ തൽബിയത്ത് എന്നത് പരിശുദ്ധമായ ഹജ്ജിന്റെ ഏറ്റവും വലിയൊരു മുദ്രാവാക്യമാണ്. എന്താണത്? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. ഇവിടെ മുഴുവനും പരിശുദ്ധമായ അള്ളാഹുവിന്റെ ഏകത്വത്തെ അവനെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മുദ്രാവാക്യമാണ്. ഹജ്ജിന്റെ പരമപ്രധാനമായ ഒരു വിഷയം അത് തന്നെയാണ്. നമ്മളിവിടുന്ന് ഹാജി ഉംറയ്ക്കാകട്ടെ ഹജ്ജിനാകട്ടെ ഇഹ്റാം കെട്ടിയാൽ തന്നെ അവന്റെ നാവിൽ വരേണ്ട ഒരേ ഒരു വാക്ക്, അധികമായി വരേണ്ടത് ഈ തൽബിയത്താണ്. വേറെ സംസാരങ്ങളോ അനാവശ്യങ്ങളോ ഒന്നുമല്ല അവൻ പിന്നെ ചിന്തിക്കേണ്ടത്. അവന്റെ മുദ്രാവാക്യം അതാണ്. ഒരു സമരത്തിനിറങ്ങി, സമരമുറയിലേക്ക് ഇറങ്ങി, നടുറോഡിൽ ഇറങ്ങിയാൽ അവൻ മുദ്രാവാക്യം എത്രത്തോളം ആഘോഷത്തോടെ അവൻ വിളിക്കുന്നത് പോലെ അള്ളാഹുവിനെ കണ്ടെത്താനുള്ള പുറപ്പാടാണ്. അതുകൊണ്ട് ഇവന്റെ ആ വിളി ഭയങ്കരായിരിക്കണമെന്നാണ്. കാരണം ഇവന്റെ വിളിക്ക് ആ മരങ്ങൾ പോലും ഉത്തരം നൽകണം. ആ രീതിയിൽ ഇവന്റെ വിളി ഭയങ്കരമായിരിക്കണം. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അള്ളാഹുവേ നിന്റെ വിളിക്ക് ഉത്തരം നൽകി. ലബ്ബൈക് ലാ ശരീക ലക്, ഒരിക്കലും നിനക്ക് ഞാൻ എതിര് പ്രവർത്തിക്കൂല. അതാണ് ശിർക്ക് വെക്കൂല, ഒരു തെറ്റ് ചെയ്യൂല എന്നല്ല. ഇവിടെ ഏറ്റവും വലിയൊരു മുദ്രാവാക്യം മനസ്സിലാക്കേണ്ടതാണ്. ശിർക്ക് വെക്കൂല. ലാ ശരീക ലക് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക്, ഒരിക്കലും നിനക്ക് ഞാൻ ശിർക്ക് വെക്കൂല. അല്ലാഹ് എത്ര വലിയൊരു വാക്കാന്നറിയത്. നമ്മൾ ഹജ്ജിന് നമ്മൾ പോകുമ്പോ അതിനു മുമ്പേ നമ്മുടെ മനസ്സിനെ നമ്മൾ പൊരുത്തപ്പെടുത്തി അള്ളാഹുവായിട്ട് ബന്ധപ്പെടുത്തി പടച്ചവനായിട്ടുള്ള ഒരു കണക്റ്റിംഗ് അത് നിലനിർത്തുന്നതിനുള്ള ഒരു ഏറ്റവും വലിയൊരു മുദ്രാവാക്യമാണിത്. അത് ഇവിടെ വെച്ച് ഉറപ്പിച്ചിട്ടുണ്ട്. ഓരോരുത്തർക്ക് ഇതിന്റെ അർത്ഥം അറിയാതെ ഇവരിങ്ങനെ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടേ പോകും. എന്താണ് ഈ സംഭവം എന്നുള്ളത്? ലാ ശരീക ലക്, നീ അല്ലാതെ ഒരു ഇലാഹി ലോകത്തിലില്ല പടച്ചവന്. സഹായി, രോഗശിഫ, രോഗത്തിന്റെ പരിഹാരം, പ്രശ്നങ്ങളുടെ പരിഹാരം എല്ലാം നീ അല്ലാതെ മറ്റാരുമില്ല റബ്ബേ. നീയാണ് ഞങ്ങളുടെ സൃഷ്ടാവ്. നമ്മൾ എന്ത് പ്രശ്നങ്ങൾക്ക് നമ്മൾ അടിമപ്പെട്ടാലും അവസാനം പോയി എത്തുന്നത് അള്ളാന്റെ മുന്നിലല്ലേ? ആരെല്ലാം ഏതെല്ലാം പ്രശ്നങ്ങൾക്ക് ആരുടെയൊക്കെ മുന്നിൽ പോയാലും അവസാനം പോയെത്തുന്നത് അള്ളാന്റെ മുന്നിലല്ലേ? അല്ലേ? നമ്മൾ ചിന്തിക്കണം. അല്ല, ലാസ്റ്റ് ഘട്ടത്തിൽ പോകുന്ന അവിടെ ഭൂകമ്പം ഉണ്ടായാലും, ഭൂമി ഇടിഞ്ഞു വീണാലും, വെള്ളിടി വെട്ടിയാലും, വണ്ടി ഇടിച്ച് മരിച്ചാലും, എന്ത് ചെയ്താലും ഇതിൽ നിന്നൊക്കെ ദുനിയാവിലെ കുറഞ്ഞ കാലയളവിലെ ജീവിത രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ശിർക്കിന്റെ വഴിയിലേക്ക് നമ്മൾ പോകുന്നത്. അവസാനം ഇവൻ മരിച്ചാൽ പോകുന്നത് എവിടെ? അള്ളാന്റെ അടുക്കലേക്ക് അല്ലേ? അതൊന്ന് ചിന്തിച്ചാൽ മതി. നമ്മൾ ലാസ്റ്റ് ഘട്ടത്തിൽ പോകുന്ന എവിടെയാണ്? അള്ളാന്റെ അടുക്കലേക്കാണ്. അമ്മ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ദുനിയാവിൽ വെച്ച് നമുക്കൊരു പ്രാക്ടീസ് തരികയാണ്. നീ എന്റെ അടുക്കൽ വരുമ്പോ ഋജുമാനസികനായി ഇബ്രാഹിം നബി വന്നതുപോലെ, പ്രവാചകന്മാര് വന്നതുപോലെ, ഔലിയാക്കൾ, അമ്പിയാക്കൾ, സാലിഹീങ്ങൾ വന്നതുപോലെ ഞാനാണ് റബ്ബ് എന്ന് പൂർണ്ണമായി വിശ്വസിച്ചവൻ എന്ന നിലയിൽ വേണം നീ നാളെ എന്നെ കണ്ടുമുട്ടാൻ. അതിൽ ഒരല്പം പോലും, ഒരു കടുക് മണ്ണിയുടെ അളവ് പോലും നീ ശിർക്ക് വെക്കാൻ പാടില്ല. അല്ലാഹ് അല്ലാതെ അവന്റെ മുന്നിൽ ഇനി എന്ത് പ്രതിസന്ധി എനിക്ക് വന്നാലും അത് റബ്ബിന്റെ തീരുമാനമാണ് എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് നീ വാ. അതാണ് ഈ തൽബിയത്തിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ലാ ശരീക ലക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്, അധികാരവും ആഘോഷവും അനുഗ്രഹങ്ങളും ഹംദും സ്തുതിയും സ്തുതികീർത്തനങ്ങളും പ്രകീർത്തനങ്ങളും സങ്കീർത്തനങ്ങളും എല്ലാം നിനക്ക് മാത്രമല്ല. ചിന്തിക്കണം. ചില ആളുകൾ അധികാരത്തിന് വേണ്ടിയിട്ട് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി അടുത്തൊക്കെ പോയിരുന്നു ഇങ്ങനെ പോക്ക്, മന്ത്രിയെല്ലാം പോക്കുന്ന പോക്കൊക്കെ കണ്ട അള്ളാഹു പോലും ഇല്ല എന്ന് ആലോചിച്ചു.
ആളുകളൊക്കെ ഇത്രയും പൊക്കേണ്ട ആവശ്യം എന്ത്? ഇപ്പൊ ഒരു മന്ത്രി വന്നു അല്ലെങ്കിൽ ഒരു MLA വന്നു എന്ന് പറഞ്ഞപ്പോ ആരാധ്യനാണ്, വെഴ്സിഫുൾ മേയറാണ്, അയാൾ മറ്റേതാണ്, മണ്ണാങ്കട്ടയാണെന്ന് പറയേണ്ട, ഇത്രയും പൊക്കി പിടിച്ച് പറയേണ്ട കാര്യം എന്ത്? നമുക്കിപ്പോ ഒരു പേര് കിട്ടാൻ വേണ്ടി ഇയാളെ ഇത്രയും അർശന്റെ മുകളിൽ പൊക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ പെട്ട ദീനി ബോധമുള്ളവര്, ചിലപ്പോ പള്ളിയിൽ ജമാഅത്തിൽപ്പെട്ടവര്, അല്ലെങ്കിൽ കമ്മിറ്റി ഭാരവാഹികള്, അല്ലെങ്കിൽ അതുപോലുള്ള ആളുകള്, നമ്മുടെ ഒരു മന്ത്രി വന്നു അല്ലെങ്കിൽ ഒരു MLA വന്നോ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി വന്നോ, പ്രധാനമന്ത്രി വന്നോ, അള്ളാഹുവിന്റെ സ്ഥാനത്ത് ആ പരിസരത്ത് പോലും എത്താനില്ലല്ലോ. ആ പടച്ചവനേക്കാളും പൊക്കിയല്ലേ പറയുന്ന പൊക്കം. എന്താ പൊക്കം? അവരിൽ നിന്ന് പണം പിടിച്ചെടുക്കുന്നവർ, അവരെ പൊക്കി 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 ഒരു അധികാരത്തിന്റെ കസേര കിട്ടുന്നവർ, അവരെ പൊക്കി 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 മൗലൂദ് ഓതി മദ്ഹ് ചൊല്ലി അങ്ങ് അർശിന്റെ മോളിൽ കൊണ്ടുവെക്കും. വല്ല ആവശ്യമുണ്ടോ? അതിന്റെയൊക്കെ ആവശ്യം നമുക്കെന്ത്? നമുക്കെന്താ അതിന്റെയൊക്കെ ആവശ്യം? അതൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്തിനാ ഈ ആവശ്യമില്ലാതെ പൊക്കാൻ പോണത്? പൊക്കാൻ അല്ലാഹുവിന്റെ ഇന്നൽ ഹംദ, ഹംദ് ആർക്കാണ്? അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹല്ലേ ഉയിര് തന്നത്, അല്ലാഹല്ലേ റിസ്ക് തന്നത്, അല്ലാഹല്ലേ വീട് തന്നത്, അല്ലാഹല്ലേ ശിഫ തരുന്നത്, അല്ലാഹല്ലേ രോഗം തന്നത്, അവനല്ലേ ഇത് മാറ്റിമറിക്കുന്നത്, അല്ലാഹല്ലേ മക്കളെ തന്നത്, അല്ലാഹല്ലേ നമ്മളെ നാളെ മരിപ്പിക്കുന്നത്, അല്ലാഹല്ലേ നാളെ കൊണ്ടുവന്ന് അല്ലാഹന്റെ വീടായ കഅബയിലേക്കല്ലേ നിങ്ങൾ ക്ഷണിക്കുന്നത്? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹയ്യുൻ ഖയ്യൂം, നിതാന്ത ജാഗ്രതയോടെ നിത്യ ചൈതന്യമായി നിലനിൽക്കുന്ന പടച്ച തമ്പുരാൻ. ലോകം അവസാനിച്ചാലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിലനിൽക്കുമെന്ന് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ട് നമുക്ക് സ്ഥിരപ്പെട്ടെങ്കിൽ ആ മലിക്കുൽ ജബ്ബാറായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് ഒരു പോറലും ന്യൂനതകളും ഉണ്ടാകുകയില്ല എന്നത്. ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം, ഉറക്കമോ തൂക്കമോ അസ്വസ്ഥതയോ അസ്വാഭാവികമായ എന്തെങ്കിലുമോ ഒന്നും അല്ലാഹുക്ക് സംഭവിക്കുകയില്ല എന്ന് വളരെ വ്യക്തമായി നമ്മൾ പഠിച്ചിരിക്കെ നമുക്ക് ഹംദും അള്ളാഹുവിനും അവന്റെ പ്രകീർത്തനങ്ങളൊക്കെ അവന് തന്നെ അർപ്പിച്ചാൽ പോരെ. എന്തിനു പിന്നെ? എന്നെ വേണമെങ്കിൽ പറയാം, ആദരണീയനായ നമ്മുടെ പ്രസിഡന്റ്, ആദരണീയനായ നമ്മുടെ MLA MP എന്നൊക്കെ പറഞ്ഞ പോരെ. ആരാധ്യനായ എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? അതിന്റെ ആവശ്യമുണ്ടോ? ആദരണീയൻ എന്ന് വേണമെങ്കിൽ ഒരു വാക്ക് ഉപയോഗിക്കാം, ആരാധ്യൻ എന്ന് പറയാൻ പാടില്ലല്ലോ. നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടതാണ്. അതുകൊണ്ടാണ് അള്ളാഹ് പ്രത്യേകമായി മുദ്രാവാക്യം ഉറപ്പിച്ച് പറയാൻ പറഞ്ഞത്. ഹാജിമാർ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക. കണ്ട, വൽ മുൽക്ക്, നിനക്കാണ് ഈ ഹംദ് നിഅമത്ത് മൊത്തം, വേറെ ആർക്കും അവകാശമില്ല. അപ്പൊ നിന്നെ പുകഴ്ത്താവുന്നാണ് അർത്ഥം. اللهم لك الحمد كله ولك الشكر كله وإليك يرجع الأمر كله علانيته وسره لك الحمد في الإسلام ولك الحمد بالإيمان ولك الحمد بالقرآن. يلا الله كنا يلا الله كنا. ജാഹിലിയ കാലഘട്ടത്തിൽ ഇതിന് വിപരീതമായിട്ട് ഇടക്കൂടെ കുറച്ച് കുത്തിക്കെട്ടി, നമ്മുടെ നാട്ടിൽ കുത്തിക്കെട്ടുന്ന പോലെ ഇടക്കൂടെ കൊണ്ട് കുറച്ച് കുത്തിക്കെട്ടി. അല്ല കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ, നമുക്ക് അള്ളാഹുവിനെ മാത്രം വിളിച്ചോണ്ടിരുന്ന കാര്യം നടക്കൂല. അപ്പൊ നമുക്ക് ഇടയ്ക്ക് കുറച്ച് റെസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് വേറെ ഐറ്റങ്ങളെയും കൂടെ ചേർത്ത് പിടിച്ചോണ്ട് ഒരു പോക്ക്. അതാണ് ഇത് നമ്മുടെ പല മക്കവറകളിലും കാണുന്നത്. അല്ല കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. എപ്പോഴും ഒരുപാട് സ്ഥലത്ത് അള്ളാഹ്ക്ക് വിന്യസിക്കാനുള്ള സമയം കിട്ടൂല. അപ്പൊ അതുകൊണ്ട് കുറച്ച് ഇടയ്ക്കുള്ള പണിയെടുക്കാൻ ചെല്ലിട്ടാണല്ലോ ഈ തലയെ മറ്റേ സാമാനമൊക്കെ എടുത്ത് വെച്ചിട്ട് ഈ ചുറ്റുന്നത്, മക്കപ്പുറയൊക്കെ ചുറ്റുന്നത്. അവിടെ പോയി നല്ല വിളക്ക് കമന്ന് വീണ് കത്തുന്നതും അതിനകത്ത് സുജൂദ് ചെയ്യണതും അതിനകത്ത് ഇതൊക്കെ ചെയ്യുന്ന അള്ളാഹ് കഴിവില്ലാത്തതുകൊണ്ടല്ലേ? ചിന്തിച്ചൂടെ? അള്ളാഹ് കഴിവ്, അള്ളാഹ്ക്ക് ഇച്ചിരി ഉറക്കം ഉച്ച സമയത്ത് അദ്ദേഹം ഉറങ്ങുന്നത് കൊണ്ട് കുറച്ച് സമയത്തേക്ക് ഇവരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയായിരിക്കും. ചിന്തിച്ചു നോക്കി നമ്മുടെ കൗമ. എന്നിട്ട് നിസ്കാര ഇബാദത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ശിർക്കിന്റെ കാര്യവും ശ്രദ്ധിക്കണ്ടേ? അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി തങ്ങളെ ഉത്തരവാദിത്തം ഏൽപ്പിച്ച് ഈ സമുദായത്തിന് തിരുത്തി കൊടുത്തു. അവര് വിളിച്ചു കാനു യഖൂലൂൻ, മുശ്രിക്കീങ്ങൾ കാനൽ മുശ്രികൂന യഖൂലൂൻ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇല്ലാ ശരീകൻ ലക ഹുവ ലക ഇല്ലാ ശരീകൻ ഹുവ ലക വമാ വതംലികുഹു വമാ മലക. നീ അല്ലാതെ ആരാധ്യനില്ല, നിനക്ക് സഹായിയായ ഒരാളെയും കൂടെ ചേർത്ത് ഞങ്ങൾ തൽബിയത്ത് ചൊല്ലുന്നു. അള്ളാഹ്ക്ക് അസിസ്റ്റന്റ്, പ്രൈവറ്റ് സെക്രട്ടറി, അള്ളാഹ്ക്ക് പ്രൈവറ്റ് സെക്രട്ടറി അതാക്കി വെച്ച് മുശ്രിക്കീങ്ങളെ.
നമ്മളിപ്പോൾ അതാ പണിയെടുക്കുന്ന. അള്ളാഹ്ക്ക് പ്രൈവറ്റ് സെക്രട്ടറി ആക്കി വെച്ച്, അള്ളാഹ്ക്ക് സമയമില്ലാത്തത് കൊണ്ട് നമ്മുടെ ആവശ്യങ്ങളെല്ലാം പ്രൈവറ്റ് സെക്രട്ടറി ആപ്പിക്കും, പ്രൈവറ്റ് സെക്രട്ടറി അങ്ങോട്ട്. അല്ലേ? ചിന്തിച്ചു നോക്കി. നമ്മൾ ചിന്തിച്ചു നോക്കണം നല്ല പോലെ. ഇത് ആഖിറത്തിന്റെ വിഷയമാണ്, ഈമാനിന്റെ വിഷയമാണ്. ഇതിനകത്ത് മസലകൾ കണ്ടെത്തിയിട്ട് കാര്യമില്ല. അത് അള്ളാഹുമായിട്ടുള്ളൊരു ബന്ധമാണ്, പടച്ചവനുമായിട്ടുള്ളൊരു ബന്ധമാണ്, അള്ളാഹുമായിട്ടുള്ള ബന്ധമാണ്. നമുക്ക് നമ്മുടെ റബ്ബ് എല്ലാം നമുക്ക് സാധിച്ചു തരും എന്നിരിക്കെ നമ്മൾ നമ്മുടെ റബ്ബിനോട് പറയേണ്ട, റബ്ബിനോടുള്ള ഉത്തരവാദിത്തങ്ങൾ നമ്മൾ മറ്റുള്ള രീതിയിൽ മറ്റു മതക്കാരും മുശ്രിക്കുകൾ ചെയ്യുന്നത് പോലെ നമ്മൾ പോയി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ അള്ളാഹ് കഴിവില്ല എന്നല്ല എന്റെ അർത്ഥം. നഊദു ബില്ലാഹ്, അള്ളാഹ് കഴിവില്ല എന്നല്ല എന്റെ അർത്ഥം. ചിന്തിക്കും സുഹൃത്ത്. അള്ളാഹ് മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ, അള്ളാഹ് മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇവിടെ മുശ്രിക്കീങ്ങൾ ചേർത്ത് വെച്ചു, ഇല്ലാ ശരീകൻ ഹുവ ലക്, നിന്റെ കൂട്ടുകാർ, അല്ലാഹ് നിന്റെ കൂട്ടുകാര് അവനെയും കൂടെ ഒഴിച്ച് നിനക്ക് എല്ലാവിധ ആശംസകളും എല്ലാവിധ അനുമോദനങ്ങളും എല്ലാവിധ പ്രകീർത്തനങ്ങളും ഞങ്ങൾ സ്വീകരിക്കുന്നു, ഞങ്ങൾ പറയുന്നു. ആര് പറയുന്നു? മുശ്രിക്കീങ്ങൾ. അപ്പൊ അള്ളാഹ് അവിടെ ശിർക്ക്. ഇത് കേട്ടപ്പോ റസൂലുള്ളാഹി വൈലക്കും ഖദിൻ നിർത്തവിടെ, നിങ്ങളുടെ തൽബിയത്ത് നിർത്തവിടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വേണ്ട ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക്, അതോടുകൂടി നിർത്തവിടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ തിരുത്തി കൊടുത്തു, മനസ്സിലാക്കി കൊടുത്തു. കഅബയുടെ ചുറ്റുവട്ടാരത്തിൽ 360ഓളം വിഗ്രഹങ്ങൾ അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അതിന്റെ പരിസരത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങി വന്നിട്ട് അതിന്റെ സൈഡിൽ സ്വറയും പറഞ്ഞുകൊണ്ടിരുന്ന മുശ്രിക്കുകളുടെ അടുക്കലേക്ക് പോയി, ഇന്നക്കും വമാ തഅബുദൂന മിൻ ദൂനില്ലാഹി ഹസബു ജഹന്നം, നിങ്ങൾ ഈ അല്ലാഹുവിനെ അല്ലാതെ ആരാധിക്കുന്ന ഈ ബിംബങ്ങളുണ്ടല്ലോ, ഇത് ഹസബു ജഹന്നം, നരകത്തിന്റെ തീയാണ്, നരകത്തിന്റെ തീയാണ്. അല്ലാഹുവിനെ അല്ലാതെ നിങ്ങൾ ഈ ആരാധിക്കുന്ന ഈ ഒരു പേക്കോലം, അൻതും വാരിദൂൻ, നിങ്ങൾ ആ നരകത്തിലേക്കായിരിക്കും നിങ്ങൾ നാളെ വരേണ്ടത്. നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബ അവിടെ ഇരുന്ന മുശ്രിക്കീങ്ങളെ പോയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു, നിങ്ങൾ എന്തായി കാണിക്കുന്നത്, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? ഇന്നക്കും വമാ തഅബുദൂന മിൻ ദൂനില്ലാഹി ഹസബു ജഹന്നം, അല്ലാഹുവിനെ അല്ലാതെ നിങ്ങൾ ഈ ആരാധിക്കുന്നത് നിങ്ങൾ ഏറ്റവും വലിയ നരകത്തിന്റെ തീയാണ് നിങ്ങൾ ആരാധിക്കുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കണം. നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ്, നമ്മളൊക്കെ മുവഹിദീങ്ങളാണ്, നമ്മൾ അള്ളാഹുവിന്റെ ദാസന്മാരാണ്. നമ്മുടെ സകല ഇബാദത്തുകളും ആരാധനകളും അള്ളാഹുവിന് മാത്രമായിരിക്കണം. അത് മുറുകെ പിടിച്ചോളി. ഇല്ലാത്തടത്തോളം കാലം ആഖിറത്തിൽ എത്തിയിട്ട് നമുക്ക് നമ്മുടെ ഇബാദത്തുകൾ ന്യൂനത വന്നാൽ ഈ പറയുന്ന ഒരു മനുഷ്യൻ അവിടെ കാണൂല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് പ്രത്യേക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുത്തു. ഏറ്റവും വലിയ മുദ്രാവാക്യം അതാണ്, അല്ലാഹ് നമ്മുടെ റബ്ബല്ലേ വലിയവൻ, അവനല്ലേ വലിയവൻ. ഈ ആഖിറത്തിൽ അല്ലാഹു ഈ സുഖ സൗകര്യങ്ങളെല്ലാം നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന പടച്ചവനല്ലേ. നമ്മൾ എന്തിനു ടെൻഷൻ അടിക്കണം, എന്തിനു പ്രയാസപ്പെടണം? അവന്റെ തീരുമാനം എന്തായാലും ഒരു ദിവസം മരിക്കും, അത് ഉറപ്പ് തന്നെയാണ്. മരിക്കുമ്പോ അവന്റെ പൊരുത്തത്തോടു കൂടി മരിക്കേ, ബിംബങ്ങളുടെ പൊരുത്തത്തോടു കൂടി നമുക്ക് മരിക്കണ്ട, അള്ളാന്റെ പൊരുത്തത്തോടു കൂടി മരിക്കേ. അതാണ് നമുക്ക് വേണ്ടത്, അതാണ് നമുക്ക് വേണ്ടത്. ആ ആഖിബത്ത് മോശമായ എല്ലാം തകർന്നു. നമുക്ക് എതിനോടാണോ താല്പര്യം കൂടുതൽ അതിലേക്കായിരിക്കും അള്ളാഹു നമ്മളെ കൊണ്ടെത്തിക്കാൻ. അഊദു ബില്ലാഹ്. അള്ളാഹുവിനെ ഇങ്ങനെ സൈഡിൽ വെച്ചിട്ട് വേറെ നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ വേറെ ബിസിനസ് പരിപാടി നടത്തിക്കൊണ്ടിരുന്ന കാര്യം നടക്കൂല. നമ്മുടെ രഹസ്യത്തിലും പരസ്യത്തിലും നമ്മുടെ സകല ആവശ്യങ്ങളുടെ പൂർത്തീകരണം നമ്മുടെ റബ്ബ് മാത്രമാണ്. അതാണ് തൗഹീദിന്റെ ഏറ്റവും ഉയർന്ന മുദ്രാവാക്യം. അതിന്റെ ഏറ്റവും മകിടോദാഹരണമാണ് തൽബിയത്ത്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. 5 നേരം നമസ്കാരത്തിൽ കൈകെട്ടിയിട്ട് നമ്മൾ ഇവിടെ ഇരുന്നു കൊണ്ട് നമ്മൾ അല്ലാഹുവിനോട് പറ, വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ. എന്താണ്? അല്ലാഹുവിന്റെ മുന്നിൽ നമ്മൾ കൈകെട്ടിയിട്ട് പ്രതിജ്ഞ എടുക്കുകയാണ്, പഞ്ചിയാണ്. ഞാൻ ഇന്ന് വന്നിട്ടുണ്ട്, അല്ലാഹ് ളുഹറിന്റെ ജുമുഅക്കൂടെ എത്തിയിട്ടുണ്ട് പടച്ചവനെ. വമാ അന മിനൽ മുശ്രികീൻ, ഞാൻ മുശ്രിക്കല്ല, ഞാൻ ശിർക്ക് ചെയ്യൂല പടച്ചവനെ. അല്ലാഹ് ഞാൻ ശിർക്ക് ചെയ്യൂല എന്ന് അള്ളാന്റെ മുന്നിൽ നമ്മൾ ഇവിടെ നിന്ന് പരസ്യമായിട്ട് റബ്ബിനോട് നമ്മൾ പറഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ശിർക്കിലേക്ക് പോകാന്ന് പറഞ്ഞാല് വമാന മിനൽ മുശ്രിക്കീൻ എന്നിട്ട് പറഞ്ഞ വക്കത ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. പിന്നെ ഒന്നും കൂടെ ലാ ശരീക ലഹ്, വീണ്ടും ഒന്നും കൂടെ എന്റെ നിസ്കാരം
നിസ്കാരം, നോമ്പ്, എന്റെ ഉൽഹിയ, എന്റെ നേർച്ച, എന്റെ നിലവിളക്ക്, ഇതെല്ലാം പടച്ചവനെ എല്ലാം നിനക്ക് മാത്രമേ ഉള്ളൂ. ഒരിക്കൽ ഞാൻ മറ്റൊരാൾക്ക് ഞാൻ അത് ഓഹരി ചെയ്ത് കൊടുക്കൂല. അല്ലാഹ് ലാ ശരീക ലഹു, ഉറപ്പായിട്ട് കൊടുക്കൂല പടച്ചവനെ, ഉറപ്പായിട്ട് ഞാൻ കൊടുക്കൂല പടച്ചവനെ. വാന മിനൽ മുസ്ലിമീൻ, ഞാൻ 24 ക്യാരറ്റ് മുസ്ലിമാണ്. അല്ലാഹ് പടച്ചവന്റെ മുന്നേ നമ്മള് ഇവിടെ ഇരുന്നിട്ട് ഈ പള്ളി ഇരുന്നിട്ടാണ് നമ്മൾ കൈകെട്ടിയിട്ട് വജ്ജഹത്ത് ഓതുന്നതിന്റെ അർത്ഥം അതല്ലേ? ഏറ്റവും വലിയൊരു മുദ്രാവാക്യമാണിത് കേട്ടോ. അതിൽ മുറുകെ പിടിച്ചാൽ ആ അവസ്ഥയിൽ തന്നെ മരിക്കാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ഹജ്ജിന്റെ സംസ്കാരത്തിന്റെ പരമപ്രധാനമായ ഒരു വിഷയം തൽബിയത്താണ്. രണ്ടാമത് തവാഫ് ചെയ്യല് സംവിധാനം. അത് പരിശുദ്ധമായ കഅബയല്ലാതെ ലോകത്ത് ഒരു സ്ഥലത്തും തവാഫ് ചെയ്യാൻ അല്ലാഹുവോ അവന്റെ റസൂൽ അനുവദിച്ചിട്ടില്ല. നമ്മുടെ ഖൗമ് പള്ളിക്ക് ചുറ്റും തവാഫ് ചെയ്യും, മഖ്ബറയ്ക്ക് ചുറ്റും തവാഫ് ചെയ്യും, ഖബറിന് ചുറ്റും തവാഫ് ചെയ്യും. ആര് പറഞ്ഞു? ആര് പഠിപ്പിച്ച്? എവിടെ പഠിപ്പിച്ച്? ഏത് ആലിം? ഏത് സുന്നത്ത് ജമാഅത്ത്? ഏത് അഹ്ലു സുന്നത്തുൽ ജമാഅത്ത്? തവാഫ് ചെയ്യേണ്ടത് അള്ളാന്റെ വീടിനെയാണ് തവാഫ് ചെയ്യേണ്ടത്. ആ തവാഫ് അല്ലാത്ത ഒരു തവാഫ് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ആ തവാഫും അന്നത്തെ കാലഘട്ടത്തിൽ അറബികൾ 2 ഗോത്രക്കാരുണ്ടായിരുന്നു, മേലാളന്മാര്, കീഴാളന്മാര്. ഹുമുസു ഹില്ലത്ത് എന്നൊക്കെയാണ് അവര് പറയുക. ഹുമുസു ഹില്ല 2 കൂട്ടരുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. ഒന്ന് മേലാളന്മാരുണ്ടായിരുന്നു, ഹുമുസ് ഖുറൈശികൾ, ഭയങ്കര കൂടിയ ആളുകളാണ്. അവര് തവാഫ് ചെയ്തിരുന്നത് അള്ളാഹുവിന്റെ വീട് അവർ തവാഫ് ചെയ്തിരുന്നത് ബിസിയാബി, വസ്ത്രങ്ങളോടുകൂടി തന്നെയായിരുന്നു. അവര് നഗ്നപാതകരായിട്ട് അവർ തവാഫ് ചെയ്യുമായിരുന്നില്ല. ചെരുപ്പ്, വസ്ത്രം ധരിച്ചുകൊണ്ടായിരുന്നു അവർ തവാഫ് ചെയ്തുകൊണ്ടേയിരുന്നത്. അള്ളാഹുവിന്റെ മണ്ണാണ്, പടച്ചവന്റെ വീടാണ്, അതിനെ നമ്മൾ നഗ്നപാദം കൊണ്ട് ചവിട്ടാൻ പാടില്ല എന്ന് വിശ്വസിച്ചിരുന്നവരായിരുന്നു ആ മേലാളന്മാരായ അറബികൾ. അതുകൊണ്ട് അവർ ആ ഒരു അവസ്ഥയിലായിരുന്നു അവരവിടെ തവാഫ് ചെയ്തുകൊണ്ടേയിരുന്നത്. ചെരുപ്പിട്ട് വസ്ത്രം ധരിച്ച് അതൊരു ബഹുമാനത്തോടു കൂടിയാണ്. എന്നാൽ കീഴാളന്മാരായവർ ഹില്ലത്ത് വമ്മൽ ഹില്ല ഫകാനൂ യതൂഫൂന ബിൽ ബൈത്തി ഉറാത്തൻ. ആ കീഴാളന്മാരായ വിവരമില്ലാത്ത സാധുക്കൾ എന്ന് പറഞ്ഞാൽ അശരണർ, ആലംബഹീനർ, താഴ്ന്ന ജാതിക്കാര്, ഇവരന്ന് തവാഫ് ചെയ്തിരുന്നത് ഉറാത്തൻ, നഗ്നരായിട്ടായിരുന്നു. ഒരു വസ്ത്രം ഉണ്ടാവില്ല. അങ്ങനെയായിരുന്നു അവരന്ന് തവാഫ് ചെയ്തിരുന്നത്. അതിൽപ്പെട്ട ഒരു വിഭാഗം. അപ്പൊ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താ ഇങ്ങനെ തവാഫ് ചെയ്യുന്നത്? നഗ്നരായിട്ട് ഒരു നൂല് കൊണ്ടുപോലും നാണം മറയ്ക്കാതെ പൂർണ്ണമായിട്ടാണോ അള്ളാഹുവിന്റെ ഈ വീടിനെ തവാഫ് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ തവാഫ് ചെയ്യുന്നു ഉര്യാനൻ, വിവസ്ത്രരായിട്ട്. കാരണം ലാ നതൂഫു നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം, ആ ശരീരത്തിൽ ധരിച്ചിരിക്കുന്ന വസ്ത്രം കൊണ്ടാണ് തെറ്റ് ചെയ്യുന്നത്. അപ്പോ ആ തെറ്റ് ചെയ്ത വസ്ത്രത്തോടുകൂടി അള്ളാഹുവിനെ വന്നു കാണാനും കണ്ടുമുട്ടാനും അവന്റെ പരിശുദ്ധമായ കഅബയെ വലയം ചെയ്യാനും ഞങ്ങളെ കൊണ്ട് അനുവദിക്കുകയില്ല. നമുക്കത് പറ്റൂല. അതുകൊണ്ട് ഞങ്ങൾ അള്ളാഹുവിന്റെ വീടിന്റെ മുന്നിലേക്ക് വരുമ്പോ ഞങ്ങൾ ചെയ്ത തെറ്റുകൾ മാപ്പാക്കപ്പെടാൻ ഞങ്ങളുടെ ശരീരത്തിൽ കിടന്ന വസ്ത്രം അഴിച്ചു മാറ്റി. അതായിരുന്നു ഒരു വിഭാഗം ആളുകൾ പറഞ്ഞിരുന്നത്. തെറ്റ് ചെയ്ത വസ്ത്രം ഇട്ടുകൊണ്ട് തന്നെ നമ്മൾ തവാഫ് ചെയ്യുന്നതിനെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെയാണ് അവര് കരുതിയിരുന്നത്. മറ്റു ചില ആളുകൾ തവാഫ് ചെയ്തു, നതൂഫു കമാ വലദത്ന ഉമ്മഹാതുന, നമ്മുടെ ഉമ്മമാര് നമ്മളെ പ്രസവിച്ചതുപോലെ നമ്മൾ തവാഫ് ചെയ്യണം, അതാണ് നിയമം എന്ന് ഒരു വിഭാഗം ആളുകൾ തീരുമാനിച്ചിരുന്നു. ഉമ്മ നമ്മളെ ജനിപ്പിച്ചത് എങ്ങനെയാണ്? ഒരു വസ്ത്രമില്ലാതെയായിരുന്നു. ഒരു നൂല് കൊണ്ടുപോലും വസ്ത്രമില്ലാത്ത അവസ്ഥയിലാണ് ഈ ദുനിയാവിലേക്ക് നമ്മൾ പിറന്നു വീണത്. അതുകൊണ്ട് നമ്മളും ആ കോലത്തിൽ തന്നെ തവാഫ് ചെയ്യണം. അങ്ങനെ കരുതി ചില ആളുകൾ വിവസ്ത്രരായി തവാഫ് ചെയ്തു. മൂന്നാമത് ചില ആളുകൾ വസ്ത്രം ധരിച്ചുകൊണ്ട് തവാഫ് ചെയ്തിട്ട് വസ്ത്രം അഴിച്ചു മാറ്റും. എന്തിനാണ്? പുതിയ വസ്ത്രങ്ങൾ, പഴയ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്നത് പോലെ നമ്മൾ തവാഫ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കിടക്കുന്ന വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റിയാൽ നമ്മുടെ പാവങ്ങളെല്ലാം മാപ്പാക്കപ്പെടും, പൊരുത്തപ്പെടും. അതുകൊണ്ട് ആ വസ്ത്രങ്ങൾ പഴയതുപോലെ പാവങ്ങളും പഴയതായി ദ്രവിച്ചു പോകും. അതുകൊണ്ട് തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റുമായിരുന്നു. ഇങ്ങനെ 3 വിഭാഗം ആളുകളായിരുന്നു തവാഫ് ചെയ്തുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ.
സ്ത്രീകൾ പുരുഷന്മാർ പകൽ സമയത്ത് തവാഫ് ചെയ്യും, സ്ത്രീകൾ രാത്രി തവാഫ് ചെയ്യും. അങ്ങനെയായിരുന്നു. പുരുഷന്മാർ പകൽ തവാഫ് ചെയ്യും, സ്ത്രീകൾ രാത്രി തവാഫ് ചെയ്യും. അതിപ്പോ വിവസ്ത്രരാണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ സ്ത്രീകളും വിവസ്ത്രരായിരുന്നു. അവർ അവരുടെ ഒരുപക്ഷെ അവരുടെ ഈ രഹസ്യ ഭാഗങ്ങളിൽ ചെറിയ തുണി കൊണ്ട് മാത്രം മറയ്ക്കുമായിരുന്നു. മുൻപും പിൻപും, മുൻദ്വാരവും പിൻദ്വാരവും ചെറിയ ഒരു തുണിക്കഷ്ണം, ചെറിയൊരു തുണിക്കഷ്ണം കൊണ്ട് മറയ്ക്കും. ഇനി ആ തുണിക്കഷ്ണം കിട്ടിയില്ലെങ്കിൽ കൈകൊണ്ട് മറയ്ക്കുമായിരുന്നു ഈ സ്ത്രീകൾ. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് പരിശുദ്ധമായ ഖുർആൻ അവതരിക്കുന്നത്. അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത് ഫമൻ ഫറള ഫീഹിന്നൽ ഹജ്ജ ഫലാ റഫസ് വലാ ഫുസൂഖ് വലാ ജിദാല ഫിൽ ഹജ്ജ്. ആ കാലഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംസ്കാരം എന്തെന്ന് ഹജ്ജിലൂടെ പഠിപ്പിച്ചു കൊടുത്തു. ഇങ്ങനെ ഈ ജാഹിലിയ കാലഘട്ടത്തിൽ വിവരമില്ലാത്തവർ, ഇന്നും നമുക്കറിയാലോ, ചരിത്രം പരിശോധിച്ചു നോക്ക്, വിവസ്ത്രരായവരെ പോയി ആലിംഗനം ചെയ്യുകയും ലിംഗപൂജ നടത്തുകയും അവരുടെ മുന്നിൽ പോയി സുജൂദിൽ വീഴുകയും എന്തൊക്കെ ചെയ്യുന്ന ഒരു സംസ്കാര ശൂന്യത നമുക്ക് നമ്മുടെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ കാണാമെങ്കിൽ ഇത് ആ കാലഘട്ടത്തിൽ തുടക്കം കുറിച്ചതാണ്. ചിന്തിച്ചു നോക്കി. ഒരാളുടെ ഔറത്ത്, ഒരാളുടെ രഹസ്യമായി സൂക്ഷിച്ചു വെക്കേണ്ട ഔറത്തിന്റെ ഭാഗം, അത് ആരാധനയ്ക്കുള്ളതല്ല. അത് അവന്റെ ശൗച്യത്തിന് വേണ്ടി അല്ലാഹു തആല ചെയ്തു വെച്ചിരിക്കുകയാണ്. ശാരീരികമായ അവന്റെ സുഖത്തിന് വേണ്ടി അല്ലാഹു തആല ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. അത് ആരാധിക്കാനുള്ള സാധനങ്ങളല്ല. അപ്പൊ ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ വിവസ്ത്രരായി ആരാധിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ അള്ളാന്റെ റസൂൽ വന്നിട്ട് ഖുർആന്റെ ആയത്ത് ഓതിക്കൊടുത്തു. വൈദാ ഫഅലു ഫാഹിഷതൻ ഖാലു വജദ്നാ ആബാഅനാ എന്നവര് പറയുമായിരുന്നു. ഇത് ഞങ്ങളുടെ കാലഘട്ടത്തിൽ നിങ്ങൾ ഈ ചെയ്യുന്നത് തെറ്റാണ്, തെമ്മാടിത്തരമാണ്, ഇത് അധാർമിക പ്രവർത്തനമാണെന്ന് പറഞ്ഞപ്പോ ഇല്ല, ഖാലു ഇന്നല്ലാഹ അമറനാ ബിഹാ, അല്ലാഹു ഞങ്ങളോട് ഇങ്ങനെയാണ് കൽപ്പിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ മുൻഗാമികളായ പൂർവികരായ മാതാപിതാക്കൾക്ക് ഇങ്ങനെ തന്നെയാണ് തവാഫ് ചെയ്തിരുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോ ഇന്നല്ലാഹ ലാ യഅ്മുറു ബിൽ ഫഹ്ശാ, ഒരിക്കലും അല്ലാഹു തആല അധർമ്മത്തെയും സംസ്കാര ശൂന്യതയും ലോകത്തിന്റെ മുന്നിൽ പഠിപ്പിച്ചു കൊടുക്കുകയില്ല. അല്ലാഹു നല്ലതേ പഠിപ്പിച്ചു കൊടുക്കുകയുള്ളൂ എന്ന് ആയത്തിറക്കി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ സംസ്കാര ശൂന്യതയിൽ നിന്ന് സംസ്കാരത്തിലേക്ക് നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ വരവോടുകൂടി സമുദായത്തെ എത്തിച്ചു. ഖാലു വജദ്നാ അബാഅനാ ഇന്നല്ലാഹ അമറനാ ബിഹാ അത്തഖൂലൂന അലല്ലാഹി മാ ലാ തഫ്അലൂൻ. എന്താ നിങ്ങൾ അല്ലാഹുവിന്റെ മേൽ ആവശ്യമില്ലാത്തൊക്കെ വിളിച്ചു പറയുന്നത്? ഒരിക്കലും സംസ്കാര ശൂന്യതയ്ക്ക് അല്ലാഹു തആല ആരോട് കൽപ്പിക്കുകയില്ല. അതുകൊണ്ട് അല്ലാഹു തആല ആയത്തിറക്കി, യാ ബനി ആദം, ഏ ജനങ്ങളെ, ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുന്ന വേളയിൽ നല്ല വസ്ത്രം ധരിച്ച് സന്തോഷത്തോടുകൂടി, വൃത്തിയോടുകൂടി, ശുദ്ധിയോടുകൂടി, ശുഭവസ്ത്രധാരിയായി അല്ലാഹുവിലേക്ക് നിങ്ങൾ ഇബാദത്തുകൾ ചെയ്യുവാനടുക്കുവൻ. ഇതായിരുന്നു പടച്ച തമ്പുരാൻ ആയത്തിറക്കിയത്. അല്ലാതെ വിവസ്ത്രരായി തവാഫ് ചെയ്യാനൊന്നുമല്ല. അതൊന്നും ഇസ്ലാം അനുവദിക്കുന്ന കാര്യവുമല്ല. ഒരാളുടെ ഔറത്ത് മറ്റൊരാൾ കാണാൻ പാടില്ല എന്ന് പരിശുദ്ധമായ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോ ബഹുമാനപ്പെട്ട പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ആയത്തോതി ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിന്റെ മുന്നിലാണ് നിൽക്കുന്നത്, അവന്റെ കഅബയാണിത്. ആ പരിശുദ്ധമായ കഅബയുടെ ഭൂമുഖത്ത് നിങ്ങൾ വസ്ത്രം നല്ല ശുദ്ധിയും വെടിപ്പോടുകൂടി വേണം വസ്ത്രം ധരിച്ച് നിങ്ങൾ ഇബാദത്ത് എടുക്കാൻ. വിവസ്ത്രരായിക്കൊണ്ട് നിങ്ങൾ തവാഫ് ചെയ്യാൻ പാടില്ല. ഖുർആന്റെ ആയത്തിറങ്ങി, യാ ബനി ആദമ ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്. നിസ്കരിക്കാൻ നേരത്ത് പള്ളി വരുമ്പം നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് വരും. ഇതാണ് നബി തങ്ങളും പഠിപ്പിച്ചത്. ഇൽബസു സിയാബൽ ബീദ് ഫഇന്നഹ അത്യബു വഅത്ഹറു വകഫിനു ഫിഹാ മൗതാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു, വെള്ള വസ്ത്രം ധരിച്ചു വാ, വെള്ള വസ്ത്രം ധരിക്ക്. അല്ലാഹുവിന് ഇഷ്ടം, റസൂലുള്ളാഹിക്ക് ഇഷ്ടം, ഏറ്റവും കൂടുതൽ ശുദ്ധിയും വൃത്തിയും ഉള്ളത് അതിലാണ്. വഖഫിനു ഫിഹാ മൗതാകും, നിങ്ങളുടെ മയ്യത്ത് അതിൽ നിങ്ങൾ പൊതിയണേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. പള്ളിയിൽ വരുമ്പോൾ അള്ളാന്റെ അടുക്കലാണ് നമ്മൾ പോയി. വെള്ളിയാഴ്ച മാത്രം കുളിച്ചു ഒരുങ്ങി അത്രയൊക്കെ പൂശി നല്ല ഉടയാത്ത ഡ്രസ്സ് ഇട്ട് വന്നാൽ പോരാ. അല്ലാത്ത വഖത്തുകളിലും പള്ളിയിലേക്ക് വരുമ്പോ നമ്മൾ വൃത്തിയുള്ളത് കൊണ്ട് ആ ധരിച്ച് വരല് തന്നെയാണ് ഉത്തമം, അത്യുത്തമം. അത് തന്നെയാണ്. അല്ല, ഇപ്പൊ കടയിൽ പോയി നിൽക്കുന്ന ഒരാൾ ഇപ്പൊ ഇനി ആ സമയത്തിന്റെ ഡ്രസ്സ് മാറിട്ട് വരാൻ പറ്റും, അതൊന്നും നമ്മൾ പറയുന്നില്ല. കടയിലല്ല, വീട്ടിലാണ്.
സ്വാഭാവികമായി ജോലി ചെയ്തുകൊണ്ട് വീട്ടിൽ നിൽക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഡ്രസ്സ് മാറി നല്ല ഡ്രസ്സ് ഇട്ട് പള്ളിയിൽ വരാൻ കഴിയും. പക്ഷെ അത് ഒഴിവാക്കിയിട്ട് ആ ഒരു അലസതയുടെ പേരിൽ അതേ ഡ്രസ്സിൽ മുഷിഞ്ഞ വേഷത്തിൽ തന്നെ പള്ളിയിലേക്ക് വന്ന് നമസ്കരിക്കുന്നവരുണ്ടാകും. അത് ഒഴിവാക്കണം. പള്ളിയിൽ എപ്പോ വന്നാലും വൃത്തിയോടുകൂടി വരണം. കാരണം അള്ളാന്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. കൂതറ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്ന് പള്ളിയിൽ നിസ്കരിക്കാൻ പാടില്ല, അള്ളാന്റെ മുന്നിൽ വരാൻ പാടില്ല. രാത്രി ഉടുത്തോണ്ട് കിടക്കുന്ന കൈലി എടുത്തിട്ട് സുബഹിസ്കരിക്കാൻ പള്ളിയിൽ വരരുത്. 2-3 പ്രാവശ്യം ബാത്റൂമിൽ പോയവനായിരിക്കാം. ഒരുപക്ഷെ മൂത്രം 1-2-3 തുള്ളിയൊക്കെ അവന്റെ കയ്യിൽ ഉണ്ടായിരിക്കും. അതെല്ലാം കൊണ്ട് നമ്മൾ പള്ളിയിലേക്ക് കയറി വരേണ്ട ഒരു അവസ്ഥ. അള്ളാന്റെ അടുക്കൽ പോകുമ്പോൾ വൃത്തിയും ശുദ്ധിയും ഇല്ലാത്ത ഹജ്ജിന്റെ സംസ്കാരത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത് വൃത്തിയും ശുദ്ധിയുള്ളതാണ്. എന്നാൽ ഹജ്ജിന് ഉംറയ്ക്ക് പോകുന്ന ഒരു ചങ്ങാതിക്ക് ഒരാൾ കൊണ്ടുപോയിട്ട് എന്നാ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉംറയ്ക്ക് പോയ തുണിയാ, പുതിയ തുണിയാ, എന്നാ കഴുകി വൃത്തിയാക്കി ശുദ്ധിയാക്കി വെച്ചിട്ടുണ്ട്. അതൊന്നും വേണ്ട, പുതിയത് തന്നെ വേണം. ഹജ്ജിന് പോലെ പുതിയത് തന്നെ വേണം. എന്താ ഇതിട്ട് എന്താ ഹജ്ജ് ശരിയാവൂലേ? ഒരാൾ ചങ്ങാതി തന്നാണ്, എന്നാ ഇത് കൊണ്ടുവയ്ക്കോ. ഹജ്ജിന് പോകുമ്പോൾ പുതിയത് തന്നെ വേണം. എന്നാ പിന്നെ ലോറസ്കരിക്കാൻ വരുമ്പോ നീ കൂതറ കയ്യിൽ എടുത്തോണ്ട് വരുന്നത് എന്തിനാ? നല്ല വെള്ളം എടുത്തോണ്ട് പോ. അതെന്താ അവിടെ മാത്രം എന്താ? ആ അല്ല വേറെ, ഈ അല്ല വേറെയാ? ആ അല്ല വേറെ, ഈ അല്ല വേറെ, വ്യത്യാസം ഉണ്ടാവും. നിസ്കരിക്കാൻ വരുമ്പോ ഇബാദത്ത് ചെയ്യാൻ വരുമ്പോ എന്നാ എന്റെ റബ്ബിന്റെ മുന്നിലേക്ക് ഞാൻ പോകാനുള്ള ഒരു നല്ല വെള്ളം ഡ്രസ്സൊക്കെ ഇട്ട് നല്ല അത്രയൊക്കെ പൂശി നല്ല മണത്തോടു കൂടി ഇങ്ങനെ പോകാം. മലക്കുകളൊക്കെ അടുത്തിരിക്കല്ലോ, മാഷാ അല്ലാ അൽഹംദുലില്ലാ, എന്റെ മണം കണ്ടിട്ട് മലക്കുകൾ ആസ്വദിക്കട്ടെ എന്നുള്ള നല്ല നിയത്തോടി വാ. ഇവിടെ ആര് വരുന്നു? ആരത്ര പൂശുന്നു? ആരത്ര വരട്ടുന്നു? ചിന്തിച്ചു നോക്കി. ആയത്താണ്, അള്ളാന്റെ കലാമാണ്. ഈ സംസ്കാര ശൂന്യതയിൽ നിന്ന് സംസ്കാര സമ്പന്നരാക്കി മാറ്റാനാണ് ഹജ്ജ് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്ന പാഠം. അതിനാണ് നല്ല വെള്ള വസ്ത്രം, 2 വസ്ത്രം നീ ധരിച്ചോണ്ട് പോ. താഴെയും മുകളിലോട്ട് 2 വസ്ത്രം. അതെന്തിനാണ്? അത് നീ മരിക്കുമ്പോ നിന്നെ പൊതിയുന്ന ഇതേപോലെ തന്നെയാണ്. അടിയിൽ ഒന്നുമില്ല. ഒരത്രം പൂശണ്ട, ഒന്നും പൂശണ്ട. കയ്യിൽ കിടക്കുന്ന എല്ലാം എടുത്ത് മാറ്റിയിട്ട് നീ 2 വസ്ത്രം ധരിച്ചിട്ട് നീ അള്ളാഹുവിന്റെ വീട് നീ തവാഫ് ചെയ്യും. അവനെ തവാഫ് ചെയ്യും. പടച്ചവൻ നിന്നെ ഒന്ന് സ്കാൻ ചെയ്യാൻ ഇവിടെ കൊണ്ടുവന്നിട്ടിട്ട് ഈ ആണിന്റെയും പെണ്ണുങ്ങളുടെ ഇടയ്ക്കൂടെ ഇട്ട്, സുന്ദരികളുടെയും സുന്ദരന്മാരുടെയും ഇടയ്ക്കൂടെ ഇട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിന്നെ സ്കാൻ ചെയ്യുകയാണ്. ഇത് നിനക്ക് ആഖിറത്തെ കുറിച്ചുള്ള ഒരു ഓർമ്മയാണ്, സ്മരണയാണ്. അതിനു വേണ്ടിയിട്ടാണ് പടച്ചതമ്പുരാൻ നിനക്ക് ഈ ഒരു സംവിധാനം അല്ലാഹു ഒരുക്കി തന്നത്. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു, വഖർന ഫീ ബുയൂതികുൻ വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ. പെണ്ണുങ്ങളെ, നിങ്ങൾ ഈ ജാഹിലിയങ്ങൾ നടക്കുന്ന പോലെ ഒന്നും അല്ല നിങ്ങൾ നടക്കേണ്ടത്. ആ സംസ്കാരമൊക്കെ ഒഴിവാക്കിയിട്ട് സംസ്കാരമുള്ളവരാണ് നിങ്ങൾ, ബോധമുള്ളവരാണ്, ഉത്തമ വനിതകളാണ് എന്ന് പരിശുദ്ധമായ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സമുദായത്തെ സംസ്കരിച്ചെടുത്തത് ഈ പരിശുദ്ധമായ ഹജ്ജിലൂടെയാണ്. അന്നത്തെ കാലഘട്ടത്തിൽ പെണ്ണുങ്ങൾ പോലും അങ്ങനെയാണല്ലോ നടന്നിരുന്നത്. അതിൽ നിന്ന് അവരെ ഒഴിവാക്കി പരിശുദ്ധമായ സംസ്കാര സമ്പന്നതയുടെ മടിത്തട്ടിലേക്ക് ഹജ്ജിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു. പരിശുദ്ധ ഖുർആനാണ്. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ വമൻ യത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ ഫഇന്നഹു യഅമുറു ബിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിങ്ങൾ ആരുമേ സത്യവിശ്വാസികളെ ലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ, പിശാചിന്റെ വഴികളെ പിൻപറ്റരുത് കേട്ടോ. കാരണം തീർച്ചയായും പിശാച് നിങ്ങളെ വഴികേടിലേക്കും നെറികേടിലേക്കുമാണ് അവൻ നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത്. അവൻ പറയും അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇതാണ് അള്ളാഹ്ക്ക് ഏറ്റവും വലിയ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് അള്ളാഹുവിന്റെ അസ്തിത്വത്തിൽ നിന്ന് നമ്മളെ പിടിച്ചുകൊണ്ടുപോയി ശിർക്കിലേക്കും കുഫറിലേക്കും കൊണ്ട് അള്ളാഹു എത്തിച്ചു കളയും, പിശാച് എത്തിച്ചു കളയും. അതുകൊണ്ട് നിങ്ങൾ അവന്റെ വഴികളെ അനുധാവനം ചെയ്യരുത് എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ വമൻ യത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ ഫഇന്നഹു യഅമുറു ബിൽ ഫഹ്ശാഇ വൽ മുൻകർ വലൗലാ ഫളലുല്ലാഹി അലൈക്കും വറഹ്മതുഹു മാ സകാ മിൻകും മിൻ അഹദിൻ അബദാ വല്ലാഹു സമീഉൻ അലീം. വല്ലാഹു യുസക്കി മൻ യശാ വല്ലാഹു സമീഉൻ അലീം. അല്ലാഹുവിന്റെ കാരുണ്യവും അവന്റെ അനുഗ്രഹവും നമുക്കില്ലായിരുന്നുവെങ്കിൽ നമ്മളും പിഴച്ചു പോകുമായിരുന്നു. ഈ ശൂന്യതയിൽ നിന്ന് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തിയത് അല്ലാഹുവിന്റെ ഏറ്റവും വലിയ കാരുണ്യമാണ്, അവന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് ഹജ്ജ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഏറ്റവും വലിയ സംസ്കാരമാണ്. അള്ളാഹുവിനെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുക, അത് വൃത്തിയോടെ വെടിപ്പോടെ. ലജ്മ മൂത്രം ഒഴിച്ചിട്ട് കഴുകാതെ, തുണിയില്ലാതെ, ഔറത്ത് മറയ്ക്കാതെ, ഇതൊന്നും പന്ന വെറുതെ മോശമായ വസ്ത്രം ധരിച്ചുകൊണ്ട് ഇതൊന്നും അല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇസ്ലാം ശുദ്ധി, വൃത്തി, ഇതാണ് ലോകത്ത് പഠിപ്പിക്കുന്നത്. ഇതേപോലെ ഒരു മതം ലോകത്ത് ആർക്കെങ്കിലും അവകാശപ്പെടാൻ കഴിയോ? ഒരു ഒളിവെടുത്തിട്ടിരിക്കുന്ന വ്യക്തിക്ക് ഈ സമയത്ത് ഒരു കീഴുവായു പോയി ഒളിപോയാൽ പെട്ടെന്ന് അവൻ പോയി ഒളിവെടുത്തിട്ട് വന്ന് നമസ്കരിക്കും. ഇതാണ് അള്ളാഹുമായിട്ടുള്ള ഒരു ബന്ധം. അവൻ ജനാപത്തുകാരുടെ രാത്രി ഭാര്യയുമായിട്ട് ബന്ധപ്പെട്ട് കിടന്നുറങ്ങുന്നു. അവൻ ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ കുളിച്ച് ശുദ്ധിയായിട്ട് കിടക്കണം. രാത്രി അങ്ങനെ മരിച്ചുപോയാൽ ജനാപത്ത് വലിയ ശുദ്ധിക്കാരനായി നീ മരിക്കേണ്ടി വരും. അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഉടനെ തന്നെ കുളിച്ച് കിടക്കണം. കുളിക്കാൻ പറ്റില്ലെങ്കിൽ ഒളിവെടുത്ത് കിടക്കണമെന്ന് നബി റസൂലുള്ളാഹി
ഹജ്ജിന് പോകാൻ ഇസ്ലാം പഠിപ്പിക്കുന്നത്. എത്ര വലിയ സംസ്കാരം! മൂത്രം ഒഴിക്കുന്ന നീ കിബിലയ്ക്ക് നേരെ ഇരിക്കരുത്, കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഇരിക്കരുത്, വടക്കോട്ടും തെക്കോട്ടും ഇരിക്കും. അതുപോലെ പഠിപ്പിച്ചറിയല്ലേ. വീട്ടിൽ നീ ക്ലോസറ്റ് വെച്ചാലും കിഴക്കും വടക്കുമായിട്ട് നീ വെക്കണം, കിഴക്കും പടിഞ്ഞാറുമായിട്ട് വെക്കരുത്, വടക്കും തെക്കുമായിട്ട് വെക്കണം, വടക്കും തെക്കുമായിട്ട് വെക്കണം. ഇതുവരെ പഠിപ്പിച്ചിരുന്നു പരിശുദ്ധ ഇസ്ലാം. എത്ര വലിയ സംസ്കാരമാണ്! മാക്സിമം കഴിവത് നിന്ന് പെടുക്കരുത് എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിച്ചത്. നമ്മുടെ പള്ളികളിലൊക്കെ നിന്ന് പെടുക്കുന്ന സംവിധാനം ഉണ്ടാക്കി വെച്ചിരിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? നമ്മള് ആര് പഠിപ്പിച്ചെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് എല്ലാവർക്കും സൗകര്യമായി റാഹത്തായിട്ട് പോയിരുന്ന് നിന്നങ്ങ് പിടുത്തിട്ട് പോകുന്നു. പക്ഷേ അവന്റെ ഒരു ആ മൂത്രത്തിനൊരു അംശം അവന്റെ വസ്ത്രത്തിൽ അങ്ങനെ ആയിപ്പോയാ അവനും അള്ളാഹുവായി. ഖബറിലെ ഏറ്റവും വലിയ ശിക്ഷ, ഖബറിനകത്ത് 2 ശിക്ഷ ഉറപ്പാണ്. അതിലൊരു ശിക്ഷ മൂത്രം സൂക്ഷിക്കാത്തതിന്റെ പേരിലാണ്. അത് വേണമെങ്കിലും ശ്രദ്ധിച്ചോളി. ഇതൊക്കെ റസൂലുള്ള പഠിപ്പിച്ച കാര്യങ്ങളല്ലേ. എത്ര വലിയ സംസ്കാരമാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചിരുന്നത്. നിന്ന് തിന്നരുത്, നിന്ന് കുടിക്കരുത്, നടന്ന് തിന്നരുത്, നടന്ന് കുടിക്കരുത്. അള്ളാന്റെ വീട്ടിൽ പള്ളി കയറുമ്പോൾ വെള്ളം ഉണ്ടാക്കിക്കൊണ്ട് കയറരുത്. വലത് കാല് വെച്ച് ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാം റസൂലില്ല. അള്ളാന്റെ വീട്ടിലേക്കാണ് വരുന്നത്. വരുമ്പോ വളരെ സൂക്ഷ്മതയോടെ പറഞ്ഞ ഓടിച്ചാടി വരരുത്. പതുക്കെ 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 നടന്നു വന്നാ മതി. ഇരിക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് തഹിയ്യത്ത് അള്ളാഹ്ക്ക് വേണ്ടി, അള്ളാഹ്ക്ക് ഒരു സ്വാഗതം ഓതിയിട്ട് വേണം നീ ഇരിക്കാൻ പള്ളിയിൽ. ഇതൊക്കെ പഠിപ്പിച്ചിരുന്ന എത്ര വലിയ സംസ്കാരമാണെന്ന് ആലോചിച്ച് നോക്കി ഹബീബിങ്ങളെ, ആലോചിച്ച് നോക്കി. ഈ സംസ്കാരത്തിന്റെ ഉടമകളാണ് നമ്മളെങ്കിൽ ഈ സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് ഹജ്ജ്. അവിടെ വാ, അവിടെ വരുമ്പോ ഏത് രാജ്യത്ത് നിന്ന് വരുന്ന പല സംസ്കാരമുള്ളവരെല്ലാം ഒറ്റക്കെട്ടായി ഒരൊറ്റ തസ്ബീഹ് മണിയുടെ മുത്തുമാല പോലെ, ഒരു ഉമ്മന്റെയും വാപ്പാന്റെയും മക്കളെ പോലെ ഒരേ ഒരു മുദ്രാവാക്യം. ഏത് ഗ്രൂപ്പുകാരനായാലും, ഏത് ദേശക്കാരനും ഭാഷക്കാരനും വർണ്ണക്കാരനും വർഗക്കാരനുമായാലും ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. ഒരേ ഒരു മുദ്രാവാക്യം. മുസൽമാൻ ലോകത്ത് സമ്മാനിച്ച ഏറ്റവും വലിയ തൗഹീദിന്റെ മണിനാദം അത് തൽബിയത്താണ്. അതിൽ ഉറച്ച് വിശ്വസിച്ച് മരണം വരെ അള്ളാഹുവിനെ മുറുകെ പിടിച്ച് ശിർക്കും കുഫ്റും ബിദ്അത്തും ഒന്നുമില്ലാതെ അള്ളാഹുവിന്റെ പൊരുത്തത്തോടെ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും നമുക്കും നമ്മുടെ ഉമ്മത്തിനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മത്തിക. നമ്മുടെ ഉളഹിയ എല്ലാ വർഷത്തെ പോലെ സാധാരണ നമുക്ക് കാര്യമായ രീതിയിൽ വർഷം എത്തില്ല. 30-35 എന്തോ മൃഗങ്ങളെ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എന്റെ സംവിധാനങ്ങളെല്ലാം നമ്മുടെ ജമാഅത്ത് ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം അതിന്റെ ഒരു ഗ്യാപ്പ് വന്നതാണ് നമുക്കിപ്പോ ഇത്ര കുറവ് വന്നു പോയത്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 10-70-80 ആയിപ്പോയെന്നെ. അപ്പൊ അതുകൊണ്ട് വേണ്ടതുപോലെ എല്ലാവരും ഉത്തരവാദിത്തത്തോടു കൂടി നമ്മുടെ ജമാഅത്ത് നിന്ന് ചെയ്തു കൊടുക്കും. അതുകൊണ്ട് 10-12 രണ്ട് ഷെയറാണ്. ഒന്ന് കാളയ്ക്ക് 10,000, പോത്തിന് 12,000. അല്ലെങ്കിൽ ഓരോന്ന് നിങ്ങൾ ഇൻഷാ അല്ലാഹ് വാങ്ങിക്കൊടുക്കുക. അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്. അത് കാര്യമായ രീതിയിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ സഹകരിക്കും, സഹായിക്കും. അള്ളാഹു അതിന് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. സുഖമില്ലാതെ മെഡിക്കൽ കോളേജ് ഐസിയിൽ കഴിയുന്ന സഹോദരൻ അസുഖം മാറാൻ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായ സലാമത്ത് കൊടുക്കട്ടെ. സുഖമില്ലാതെ കഴിയുന്ന മാതാവിന് വേണ്ടി ദുആ ചെയ്യാൻ ഷാഹുൽ ഹമീദ് അള്ളാഹു തആല പരിപൂർണമായ ആഫിയത്ത്, ആരോഗ്യ, സലാമത്ത് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കത് ജുമാ നിസ്കാരം കഴിഞ്ഞ ഉടനെ ഇവിടെ വെച്ച് നമ്മുടെ സ്കൂൾ കിറ്റ് എന്ന് പറഞ്ഞ ഒരു സംവിധാനം നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ പറഞ്ഞിരുന്നു. 200 കുട്ടികൾ, ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സ്കൂൾ കിറ്റ്, അവരുടെ പഠനോപകരണങ്ങളെല്ലാം, അവർക്ക് ബുക്ക്, പേന, അവർക്ക് കുടിക്കാനുള്ള വെള്ളത്തിന്റെ ബോട്ടിൽ, വാട്ടർ ബോട്ടിൽ, കൂട, പിന്നെ ടിഫിൻ ബോക്സ് എല്ലാം അടക്കം അൽഹംദുലില്ലാ ഒരു 1,500 രൂപയോളം ചെലവ് വരും. അപ്പം LKG മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള ഒരു വിതരണം നമ്മൾ 200 പേർക്ക് തന്നെ ഓർഡർ സ്വീകരിച്ചു. അത് കഴിഞ്ഞു, ക്ലോസും ചെയ്തു. ഇപ്പം ജുമാ നിസ്കാരം കഴിഞ്ഞ ഉടനെ വർക്കത്തിന് വേണ്ടി രണ്ട് ബാഗ് അവിടെ കൊടുക്കും. അതും കൂടെ ഒന്ന് സാക്ഷ്യം ആയിട്ട് എല്ലാവരും പോയിടും ഇൻഷാ അല്ലാഹ്. അതേപോലെ അടുത്ത ആഴ്ചത്തെ ഒരു സഹായത്തിന് വേണ്ടി വെഞ്ഞാറമൂട് കോലിയക്കോട് സ്ഥിതി ചെയ്യുന്ന കിണറ്റുമുക്ക് മുസ്ലിം ജമാഅത്തിൽ സ്വന്തമായി കിണറോ ബാത്റൂമോ ഇല്ല. ഒരു സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലെ ബാത്റൂമാണ് നിലവിൽ ഉപയോഗിക്കുന്നത്. അതിനുവേണ്ടി പള്ളിയുടെ ചേർന്നുള്ള വസ്തു 1 വർഷത്തെ കാലാവധി പറഞ്ഞ് 28 ലക്ഷം രൂപ വിലയിൽ വാങ്ങിയിട്ടുണ്ട്. 19 ലക്ഷം രൂപ ഇതുവരെ കിട്ടി. ബാക്കി തുക കണ്ടെത്താനുള്ള പരിശ്രമത്തിലാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച അവർക്ക് വേണ്ടി ഒരു കളക്ഷൻ ഉണ്ടാകും. എല്ലാവരും കാര്യമായി സഹകരിക്കുക. നമ്മുടെ സ്വന്തം നാട് തന്നെയാണ്, അടുത്ത തന്നെയാണ്. അപ്പൊ ആ പള്ളി കണ്ടെത്തി ഒരു കിണർ കുഴിച്ചു കൊടുക്കാൻ പറ്റിയ വലിയ ഭാഗ്യമാണ്. വലിയ പൈസ ഒന്നും ആവില്ല, ചില 50,000-60,000 രൂപയ്ക്ക് തീരുമാനിക്കും. വാപ്പാക്ക് വേണ്ടി, ഉമ്മാക്ക് വേണ്ടി ജാരിയായ സദഖയ ആർക്കും എതിർക്കാൻ പറ്റൂല. അപ്പം ജാരിയ സദഖ ആ പള്ളിക്ക് വേണ്ടി ഒരു കിണർ കുഴിച്ചു കൊടുത്തേക്കാം, അല്ലെങ്കിൽ ബാത്റൂം ചെയ്ത് കൊടുത്തേക്കാം. വലിയ കാര്യമാണ്. ആളുകൾക്ക് ബാത്റൂമൊക്കെ ചെയ്യാൻ വലിയ മടിയാ. ബാത്റൂം ചെയ്താൽ കൂലി കിട്ടുമല്ലോ എന്നുള്ളതാണ്.
പിന്നെ ബാത്റൂം ഇല്ലാതെ അത് പള്ളിയായിട്ട് ബന്ധപ്പെട്ടതല്ലേ. എല്ലാവരും പള്ളി, മെഹ്റാബ്, മെമ്പർ, കാർപ്പറ്റ്, AC അതിനൊക്കെ ലക്ഷങ്ങൾ മുടക്കും. ബാത്റൂം പ്രാഥമിക ആവശ്യം പള്ളിയിൽ വാങ്ങു വിളിച്ചാൽ നേരെ ഓടുന്ന ബാത്റൂമിലോട്ടാ. അവന്റെ പ്രാഥമിക ആവശ്യങ്ങൾ പൂർത്തീകരിച്ചിട്ടല്ലേ. കിതാബ് എടുത്തു വെച്ച് പരിശോധിച്ച് നോക്കി, കിതാബിൽ ആദ്യം കാണുന്ന പേര് കിതാബ് തഹാറത്ത്, ശുദ്ധിയാണ്. അപ്പൊ ശുദ്ധിയാണ്. അപ്പൊ അതിന് ഏറ്റവും വലിയ കൂലിയാണ്, ഏറ്റവും വലിയ കൂലിയാണ്. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആരെങ്കിലും അങ്ങനെ താല്പര്യമുള്ളവർ നമ്മുടെ ജമാഅത്തോട് ബന്ധപ്പെട്ട് അവരോട് സഹകരിച്ച് ചെയ്തു കൊടുക്കും. അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ് നമുക്കൊരു കളക്ഷൻ ഇതിന് വേണ്ടി ഇവിടെ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും കാര്യമായി അത് കരുതി വരീൻ. അള്ളാഹു നമ്മുടെ സദഖകളെല്ലാം ജാരിയായ സദഖയിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ് വബാരിക് വസല്ലിം അലൈഹി. അല്ലാഹുമ്മ ലാ തഫ്ലഹനാ വലാ തുഹഖിർനാ ബൈന റഊസിൽ ഖലായിക് ബികസറത്തി ദുനൂബിനാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, പഠിച്ചവനെ പറഞ്ഞതും കേട്ടതും ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു പോയ സകല തെറ്റുകുറ്റങ്ങൾ പൊരുത്തപ്പെട്ട് തരണേ അല്ലാഹ്. ഒരുപാട് 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 ളുൽമ് അല്ലാഹുവേ ചെയ്തിട്ടുണ്ട് പഠിച്ചവനെ. നീ മാപ്പ് ചെയ്യണേ പഠിച്ചവനെ. നീ കരുണ കാണിക്കണേ പഠിച്ചവനെ. അല്ലാഹുവേ, നിന്നെ ഉറച്ചു വിശ്വസിച്ച് നിന്റെ മാർഗത്തിൽ ജീവിച്ച് മരിക്കാൻ ഭാഗ്യം തരണേ അല്ലാഹുവേ. അല്ലാഹുവേ, കലിമയോടെ കൂടി ജീവിച്ച് കലിമയോടെ മരിക്കാൻ ഭാഗ്യം തരണേ അല്ലാഹ്. ഷിർക്ക് കുഫറിലേക്ക് കൊണ്ടെത്തിക്കല്ലേ പടച്ചവനെ. ഞങ്ങളെയോ ഞങ്ങളുടെ മക്കളെയോ അതിലേക്ക് നീ നയിക്കല്ലേ അല്ലാഹുവേ. ഹാജിമാരുടെ ഹജ്ജ് നീ പൂർത്തീകരിച്ചു കൊടുക്കണേ പടച്ചവനെ. ശാരീരികമായി അവർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹുവേ. പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് അല്ലാഹുവേ. അവർക്ക് എല്ലാ നിലയ്ക്കുമുള്ള ആഫിയത്ത്, ആരോഗ്യം കൊടുക്കണേ അല്ലാഹ്. അവരെ നീ പഠിപ്പിച്ചു കൊടുക്കണേ പടച്ചവനെ. ഹജ്ജ് എന്തെന്ന് പഠിപ്പിക്കണേ പടച്ചവനെ. അവരെ ത്യാഗം സഹിച്ച് ലക്ഷങ്ങൾ ചെലവിച്ചത് നിന്നെ കാണാൻ വരുമ്പോൾ അല്ലാഹുവേ നിരാശരായി പടച്ചവനെ മടങ്ങേണ്ട ഒരവസ്ഥ വരുത്തല്ലേ അല്ലാഹ്. അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങൾക്കും ആ പുണ്യമായ നിന്റെ മണ്ണ് കാണാൻ, നിന്റെ നാട് കാണാൻ, നിന്റെ കഅബ തവാഫ് ചെയ്യാൻ നീ തൗഫീഖ് തരണേ അല്ലാഹ്. തൗഫീഖ് തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് തരണേ പടച്ചവനെ. ആരോഗ്യ സലാമത്ത് നൽകണേ പടച്ചവനെ. അല്ലാഹു, ഞങ്ങൾ മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നീ കൊടുക്കണേ പടച്ചവനെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ ആഗ്രഹങ്ങളെല്ലാം നീ സഫലമാക്കി കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ദുആ നീ സ്വീകരിക്കണേ പടച്ചവനെ. റബ്ബി റഹ്മഹുമാ കമാ റബ്ബയാനി സ്വഗീറ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹ്. السلام عليكم ورحمة الله تعالى وبركاته. اللهم صل وسلم على رسولك سيدنا محمد